എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ വോഡാഫോൺ ഐഡിയ ഓഹരികൾ നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതായത് രാജ്യത്തെ പ്രമുഖ ടെലികോം കമ്പനിയായ വോഡാഫോൺ ഐഡിയ സാമ്പത്തിക പ്രതിസന്ധികളും കനത്ത മത്സരം മൂലമുള്ള വരിക്കാരുടെ കൊഴിഞ്ഞുപോക്കും കാരണം ഏറെക്കാലമായി ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഓഹരി വിലയിൽ ഏകദേശം 57% ഇടിവ് നേരിട്ടത് ഈ കമ്പനിയുടെ. അടുത്തിടെ ഓഹരി വിപണിയിൽ ഏകദേശം 8% വരെ മുന്നേറ്റം രേഖപ്പെടുത്തി. ഇത് നിക്ഷേപകർക്ക് ഒരു ആശ്വാസ റാലി എന്ന് പറയാം. ഈ മുന്നേറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ച് സുപ്രീം കോടതിയിൽ നടക്കുന്ന നിയമ പോരാട്ടങ്ങളാണ്. അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് ഗ്രോസ് റവന്യൂ, അതായത് AGR, അതിൻ്റെ കുടിശ്ശികയും നിയമ പോരാട്ടവും. അതായത് കേന്ദ്ര സർക്കാരിന് വോഡാഫോൺ ഐഡിയ നൽകാനുള്ള ഈ AGR കുടിശ്ശികയാണ് കമ്പനിയുടെ പ്രധാന സാമ്പത്തിക ബാധ്യതകൾ ഒന്ന്. AGR എന്നത് ടെലികോം കമ്പനികൾ തങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം ലൈസൻസ് ഫീസും സ്പെക്ട്രം യൂസേജ് ചാർജുമായി സർക്കാരിന് നൽകുന്നതാണ്. ഇതിൻ്റെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും ടെലികോം കമ്പനികളും തമ്മിൽ ദീർഘകാലമായി തർക്കങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ ഒടുവിൽ സുപ്രീം കോടതിയുടെ 2019 വിധി അനുസരിച്ച് ടെലികോം മന്ത്രാലയം കണക്കാക്കിയ വൻതുക AGR കുടിശ്ശികയായി അടയ്ക്കാൻ വോഡാഫോൺ ഐഡിയ ഉൾപ്പെടെയുള്ള കമ്പനികളോട് നിർദ്ദേശിച്ചു. ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ 9450 കോടി രൂപ അധികമായി അടയ്ക്കണമെന്ന് വോഡാഫോൺ ഐഡിയയോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ തുക 2017-18 സാമ്പത്തിക വർഷം മുതലുള്ള കണക്കുകൾ പുനഃപരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ പിഴവുകളാണെന്നാണ് മന്ത്രാലയം വിശദീകരിച്ചത്. എന്നാൽ ഈ തുക അടയ്ക്കുന്നതിനെതിരെ വോഡാഫോൺ ഐഡിയ സുപ്രീം കോടതിയെ സമീപിച്ചു. അധിക തുകയുടെ കണക്കെടുപ്പ് സുപ്രീം കോടതിയുടെ 2019 വിധിക്കും മാനദണ്ഡങ്ങൾക്കും എതിരാണെന്നാണ് കമ്പനി ഹർജിയിൽ ആരോപിക്കുന്നത്. അപ്പോൾ കണക്കുകളിൽ പരിശോധന നടത്തണമെന്നും കമ്പനി ആവശ്യപ്പെടുന്നു. ഈ ഹർജി കോടതി പരിഗണിക്കും എന്ന വാർത്തകളാണ് ഓഹരികളിൽ ഇപ്പോൾ ഒരു ഉണർവ് നൽകിയത്. കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി ലഭിച്ചാൽ കമ്പനിയുടെ സാമ്പത്തിക ബാധ്യത ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട്. ഇത് നിക്ഷേപകരിൽ ഒരു പ്രതീക്ഷ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന വോഡാഫോൺ ഐഡിയയ്ക്ക് ഈ കോടതി വിധി ഏറെ നിർണായകമാണ്. അനുകൂല വിധി ലഭിക്കുകയാണെങ്കിൽ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും കൂടുതൽ നിക്ഷേപം ആകർഷിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത് കമ്പനിയുടെ ഓഹരികൾക്ക് കൂടുതൽ ഉണർവ് നൽകിയേക്കാം. അതേസമയം കോടതി മന്ത്രാലയത്തിൻ്റെ നിലപാടിനെ പിന്തുണച്ചാൽ കമ്പനിയുടെ സാമ്പത്തിക ബാധ്യത വർദ്ധിക്കുകയും ഓഹരികൾക്ക് വീണ്ടും തിരിച്ചടി നേരിടുകയും ചെയ്യാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ കുടിശ്ശികയെ സംബന്ധിച്ച സുപ്രീം കോടതി വിധി ഇതിനെങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചാൽ, സുപ്രീം കോടതി വിധി കമ്പനിക്ക് അനുകൂലമാണെങ്കിൽ വലിയ തുക അടയ്ക്കേണ്ടതിൽ കുറവ് വരും. അപ്പോൾ നിക്ഷേപകരുടെ വിശ്വാസം മടങ്ങി വരും. അത് ഓഹരി വിലയിൽ കൂടുതൽ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഭാവിയിൽ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനും അത് ഗുണകരമാണ്. സുപ്രീം കോടതി വിധി കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ പിന്തുണയ്ക്കുകയാണെങ്കിലോ അപ്പോൾ കമ്പനി വലിയ തുക അടയ്ക്കേണ്ടി വരും. സാമ്പത്തിക സമ്മർദ്ദം തുടരും. ഓഹരി വിലയിൽ അത് തിരിച്ചടി ഉണ്ടാകും. ഇനി കമ്പനിയുടെ ടെക്നിക്കൽ ലെവലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻട്രാഡേ ചാർട്ട് എടുത്ത് നോക്കിയാൽ, ഒരു വീക്കിലി ചാർട്ട് എടുത്ത് നോക്കിയാൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് കമ്പനിക്ക് നമ്മൾ ഒരു വീക്കിലി ചാർട്ട് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 രൂപയിലാണ് ശക്തമായ ഒരു സപ്പോർട്ട് സോൺ കാണുന്നത്. റെസിസ്റ്റൻസ് സോൺ എന്ന് പറഞ്ഞാൽ വീക്കിലി ചാർട്ടിൽ ആണ് പറയുന്നത് ഏകദേശം 10 രൂപ വരെ അടുത്തും നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത റെസിസ്റ്റൻസ് പോയിന്റ് വരുന്നത് നമുക്ക് 12 രൂപയാണ്. അപ്പോൾ ഈ ലെവലുകളിൽ ശ്രദ്ധിക്കുക, ന്യൂസുകൾ വാച്ച് ചെയ്യുക, എന്താണ് സംഭവിക്കുന്നത് അത് ഒക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ എത്താനായിട്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.